ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. CGL ടയർ 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള GK ഡൈജസ്റ്റ് സീരീസിന്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 2 സെഷൻസിലായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിലും നമ്മൾ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ഇന്ത്യ ദ റെസിഡ്യൂറി പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ഡാഷ്. ഇന്ത്യയിൽ ആരുടെ കയ്യിലാണ് റെസിഡ്യൂറി പവേഴ്സ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യൂണിയൻ ഗവൺമെന്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓപ്ഷൻ സി ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി ലോക്കൽ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആരുടെ കയ്യിലാണ് റെസിഡ്യൂറി പവേഴ്സ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യൂണിയൻ ഗവൺമെന്റ്. ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെന്റ് കയ്യിലാണ് എന്തുള്ളത്? റെസിഡ്യൂറി പവേഴ്സ് ഉള്ളത്. ഇനി എന്താണ് ഈ റെസിഡ്യൂറി പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 7, ഏഴാമത്തെ ഷെഡ്യൂൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 7 എടുത്തു കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ 7ൽ നമുക്ക് 3 ലിസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഷെഡ്യൂൾ 7ൽ നമുക്ക് 3 ലിസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണ് എന്ത്? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ് ഫസ്റ്റ് വൺ ആണ്, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഏതാണ്ട് 100 സബ്ജക്ട്സ്, യൂണിയൻ ലിസ്റ്റിൽ 100 സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 100 സബ്ജക്ട്സിലും ലോസ് മേക്ക് ചെയ്യാനായിട്ട്, നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സാധിക്കുള്ളൂ. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ്. സോ സെക്കൻഡ് വൺ ഈസ് സ്റ്റേറ്റ് ലിസ്റ്റ്. രണ്ടാമത്തെ ലിസ്റ്റ് ആണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ടോട്ടൽ 61 സബ്ജക്ട്സ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ടോട്ടലി 61 സബ്ജക്ട്സ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ 61 സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ 61 സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമേ സാധിക്കൂ. ആൻഡ് ദ തേർഡ് വൺ ഈസ് കൺകറന്റ് ലിസ്റ്റ്. ആൻഡ് തേർഡ് വൺ ആണെന്ത്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റിനകത്ത് ടോട്ടൽ 52 സബ്ജക്ട്സ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ ടോട്ടൽ എന്തുണ്ട്? 52 സബ്ജക്ട്സ്, 52 സബ്ജക്ട്സ് ആണ് കൺകറന്റ് ലിസ്റ്റിനകത്തുള്ളത്. കൺകറന്റ് ലിസ്റ്റിലുള്ള ഈ 52 സബ്ജക്ട്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ സാധിക്കും? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ മേക്ക് ചെയ്ത ലോസിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ, ക്ലാഷ് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിവൈൽ ചെയ്യുന്നത്. അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ 3 ലിസ്റ്റിലും, യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഇൻക്ലൂഡ് ചെയ്യാത്ത സബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിഡ്യൂറി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഈ 3 ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത സബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റെസിഡ്യൂറി സബ്ജക്ട്സ്. സോ ഈ 3 ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യാത്ത സബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റെസിഡ്യൂറി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഈ റെസിഡ്യൂറി സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് പാർലമെന്റിന് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന് മാത്രമായിരിക്കും. റെസിഡ്യൂറി സബ്ജക്ട്സ് വിച്ച് മീൻസ് സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ യൂണിയൻ ലിസ്റ്റിലോ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത സബ്ജക്ട്സിനകത്ത്, റെസിഡ്യൂറി സബ്ജക്ട്സിനകത്ത് ലോസ് മേക്ക് ചെയ്യാനായിട്ട് പാർലമെന്റിന് മാത്രമേ സാധിക്കൂ. അതായത് യൂണിയൻ ഗവൺമെന്റിന് മാത്രമേ സാധിക്കൂ. സോ ഈ റെസിഡ്യൂറി സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനുള്ള പവറിനെയാണ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അത് ആരുടെ കയ്യിലാണുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ഓർ യൂണിയൻ ഗവൺമെന്റ് കയ്യിലാണുള്ളത്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് കയ്യിലാണ് എന്തുള്ളത്? റെസിഡ്യൂറി പവേഴ്സ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. Next question: who among the following attended all the 3 round table conferences? എല്ലാ റൗണ്ട് ടേബിൾ കോൺഫറൻസസും, ഓൾ ദ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, ടോട്ടലി 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് നടന്നിട്ടുള്ളത്. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തി ഇവരിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ BR അംബേദ്കർ, ഓപ്ഷൻ ബി മദൻ മോഹൻ മാലവ്യ, ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഇവരിൽ ആരാണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്? ഓൾ ദ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, BR അംബേദ്കർ. സോ BR അംബേദ്കർ ആണ് ഈ 4 പേരിൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് BR അംബേദ്കറിനെ കൂടാതെ ഒരു വ്യക്തി കൂടി 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് തേജ് ബഹാദൂർ സപ്രു. BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രു എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ലിബറൽ ലീഡർ ആണ്. സോ ആ ഒരു ടൈമിൽ
1930s ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ലിബറൽ ലീഡർ ആണെന്ത് തേജ് ബഹാദൂർ സപ്രു എന്ന് പറയുന്നത്. സോ തേജ് ബഹാദൂർ സപ്രുവും BR അംബേദ്കറും മാത്രമാണ് എല്ലാ റൗണ്ട് ടേബിൾ കോൺഫറൻസസും ഓൾ ദി 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. ആൻഡ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് തരുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് ലണ്ടനിൽ വെച്ച് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു കോൺഫറൻസ് ആണെന്ത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് 1930s ടൈം പീരീഡിലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് ലണ്ടനിൽ വെച്ച് വിളിച്ചു കൂട്ടിയിട്ടുള്ള കോൺഫറൻസ് ആണെന്ത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. ടോട്ടലി 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞിരുന്നു. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. ആ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളെ ഉള്ളൂ, തേജ് ബഹാദൂർ സപ്രുവും അതുപോലെ തന്നെ BR അംബേദ്കറും. ഇനി മഹാത്മാഗാന്ധിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ഒരേ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. മഹാത്മാഗാന്ധി ഒരേ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ് എന്തിരിക്കുന്നത് മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the Anglo-Indian community does not get adequate representation in the Lok Sabha, 2 members of the community can be nominated by dash. ആംഗ്ലോ-ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോക്സഭയിൽ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 മെമ്പേഴ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി സ്പീക്കർ ആൻഡ് ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി പാർലമെന്റ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസിഡന്റ്. സോ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 മെമ്പേഴ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോക്സഭയിൽ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 331 പറയുന്നത് പ്രകാരം ആർട്ടിക്കിൾ 331 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 331 331 ആർട്ടിക്കിൾ പറയുന്നത് പ്രകാരം ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ല എന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും 2 മെമ്പേഴ്സിനെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു ഇപ്പോൾ നിലവിലില്ല. പ്രസിഡന്റിന് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 മെമ്പേഴ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞിരുന്നു. ആൻഡ് അത് എടുത്തു കളഞ്ഞത് 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2019 പ്രകാരമാണ്. 104ാമത്തെ 114th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2019 2019 104ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു ഈ ഒരു പ്രൊവിഷൻ എടുത്തു മാറ്റി. ഇപ്പൊ ലോക്സഭയിലേക്ക് എന്ത് ചെയ്യാറില്ല, പ്രസിഡന്റ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള 2 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാറില്ല. 2019 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു ഈ ഒരു പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. ആൻഡ് ഇത് എന്ത് ചെയ്തു ജനുവരി 2020 മുതൽ നിലവിൽ വന്നു. ജനുവരി 2020 എന്ത് ചെയ്യുന്നത് ഇത് നിലവിൽ വരുന്നത്. 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2019 പ്രകാരം ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു റദ്ദാക്കി, അബോളിഷ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ജനുവരി 2020 മുതൽ എന്ത് ചെയ്തു ഇത് ഇഫക്റ്റിൽ വന്നു. സോ 2020ക്ക് ശേഷം എന്ത് ചെയ്യാറില്ല, പ്രസിഡന്റ് ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മെമ്പേഴ്സിനെ എന്ത് ചെയ്യാറില്ല, നോമിനേറ്റ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the founder of the Maurya Empire in India? ഇന്ത്യയിലെ മൗര്യ എംപയറിന്റെ ഫൗണ്ടർ സ്ഥാപകൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത മൗര്യ, ഓപ്ഷൻ ബി അശോക, ഓപ്ഷൻ സി ബിന്ദുസാര, ഓപ്ഷൻ ഡി അജാതശത്രു. ഇവരിൽ ആരാണ് മൗര്യ എംപയറിന്റെ ഇന്ത്യയിൽ മൗര്യ എംപയറിന്റെ ഫൗണ്ടേഷൻ ഇട്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ മൗര്യ എംപയർ സ്ഥാപിക്കുന്നത് ഇൻ 321 BC. 321 BCയിൽ ചന്ദ്രഗുപ്ത മൗര്യ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ മൗര്യ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യ എന്ത് ചെയ്തു അന്ന് റൂൾ ചെയ്തുകൊണ്ടിരുന്ന നന്ദ ഡൈനാസ്റ്റിയെ ഓവർത്രോ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിലേക്ക് വരുന്നതും മൗര്യ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ആൻഡ് നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആയിട്ടുള്ള ധനനന്ദയെ
സോ നന്ദ ഡൈനാസിയിലെ അവസാനത്തെ റൂളർ ആയിട്ടുള്ള ധനനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർത്രോ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രഗുപ്ത മൗര്യൻ എംപയറിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത്. ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗുരുവും അതുപോലെ തന്നെ മിനിസ്റ്ററും ആയിരുന്നു എന്ത്, കൗഡില്യ എന്ന് പറയുന്നത്. സോ കൗഡില്യ ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗുരുവും അതുപോലെ തന്നെ അഡ്വൈസർ എന്ന് പറയുന്നത്, കൗഡില്യ ഓർ ചാണക്യ. സോ ചാണക്യ അല്ലെങ്കിൽ കൗഡില്യ ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗുരുവും അതുപോലെ തന്നെ അഡ്വൈസർ എന്ന് പറയുന്നത്. ആൻഡ് ചാണക്യ എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കാണെന്ത്, അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. സോ ചാണക്യ ഓർ കൗഡില്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ത്, അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് എ ഗുരു ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗുരു ആയിരുന്നു ചാണക്യ ഓർ കൗഡില്യ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണെന്ത്, അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യ ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യ ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള സെല്യൂക്കസ് നിക്കേറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സെല്യൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒരു ജനറൽ ആയിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ജനറൽമാരിൽ ഒരു ജനറൽ ആയിരുന്നു സെല്യൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ സെല്യൂക്കസ് നിക്കേറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് പരാജയപ്പെടുത്തിയതിനു ശേഷം സെല്യൂക്കസ് നിക്കേറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അലയൻസിലെത്തുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് സെല്യൂക്കസ് നിക്കേറ്ററിന്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യ മാരി ചെയ്യുന്നുണ്ട്. ആൻഡ് സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്ക് അയച്ച അംബാസഡർ ആണെന്ത്, മെഗസ്തനീസ് എന്ന് പറയുന്നത്. സോ മെഗസ്തനീസ് എന്ന് പറയുന്നത് സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള അംബാസഡർ ആണ്. സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്ക് സെൻഡ് ചെയ്ത അംബാസഡർ ആണ് മെഗസ്തനീസ് എന്ന് പറയുന്നത്. ആൻഡ് മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കാണെന്ത്, ഇന്ത്യക്ക എന്ന് പറയുന്നത്. ഈ ഇന്ത്യക്ക എന്നുള്ള ബുക്കിൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്മിനിസ്ട്രേഷനും ആൻഡ് ആ മൗര്യൻ എംപയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്ക് അയച്ചിട്ടുള്ള അംബാസഡർ ആണ് മെഗസ്തനീസിന്റെ ഫേമസ് ബുക്കാണ് ഇന്ത്യക്ക. ആൻഡ് ഈ ഇന്ത്യക്കയിലാണ് എന്തുള്ളത്, മൗര്യ എംപയറിനെ കുറിച്ചും ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള SSCയുടെ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മുതലുള്ള ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ SSC കംപ്ലീറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് ത്രൂ കൊറിയർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പും അവൈലബിൾ ആണ്. എക്സ്പേർട്ട് ഫാക്കൽറ്റീസസ് ആണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 8075753676 അല്ലെങ്കിൽ 7012615062. ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which committee had suggested a penalty or punishment for the non-performance of fundamental duties? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ നോൺ പെർഫോമൻസിന് പെനാലിറ്റീസ് ഇമ്പോസ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഇവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി കമ്മിറ്റി, ഓപ്ഷൻ ബി മൊറാർജി ദേശായി കമ്മിറ്റി, ഓപ്ഷൻ സി വർമ്മ കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ ഡി സ്വരൻ സിംഗ് കമ്മിറ്റി. ഇവരിൽ ഏത് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തില്ലെങ്കിൽ പെനാലിറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വരൻ സിംഗ് കമ്മിറ്റി. സോ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 1976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി. സ്വരൻ സിംഗ് കമ്മിറ്റി ഓർ സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1976 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പാർട്ട്, ദാറ്റ് ഈസ് പാർട്ട് 4A ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഒരു പുതിയ പാർട്ടായിട്ടുള്ള പാർട്ട് 4A ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പാർട്ട് 4A ഒരൊറ്റ ആർട്ടിക്കിൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 51A.
ഈ ഒരു പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ആർട്ടിക്കിൾ 51A. ആൻഡ് പാർട്ട് 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണെന്ത് ഈ ഒരു പാർട്ട് 4A എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പാർട്ടും ഈ ഒരു ആർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ്. ആൻഡ് ഈ ഒരു പാർട്ടും ആർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ്. സർദാർ സുരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 വഴിയാണ് എന്ത് ചെയ്യുന്നത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വേണം എന്നുള്ള കാര്യം. ആൻഡ് ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് എന്ത് ചെയ്തത് സജസ്റ്റ് ചെയ്തത്. പക്ഷെ പാർലമെന്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് എന്ത് ചെയ്തു 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സർദാർ സുരൻ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ അതിലെന്ത് ചെയ്തു ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു, അത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്തില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തില്ല. ആൻഡ് 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്തതെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഗവൺമെന്റ് എന്ത് ചെയ്തത് ആഡ് ചെയ്തത്. സർദാർ സുരൻ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത്. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഗവൺമെന്റിന്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ആൻഡ് സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ റെക്കമെൻഡേഷൻ എന്ത് ചെയ്തില്ല ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇപ്പോഴും നോൺ ജസ്റ്റിസിബിൾ ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ്. സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സന്റെ മുകളിൽ എന്ത് ചെയ്യണം പെനാലിറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള കാര്യം. എന്നാൽ ഈ ഒരു റെക്കമെൻഡേഷൻ എന്ത് ചെയ്തില്ല ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത് ഡ്യൂട്ടി ടു പേ ടാക്സ് അടയ്ക്കുക എന്നുള്ളത് ഒരു കമ്പൽസറി ഡ്യൂട്ടി ആക്കണം എന്നുള്ള കാര്യം. ഡ്യൂട്ടി ടു പേ ടാക്സ്, സോ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി ഡ്യൂട്ടി ആക്കി മാറ്റണം എന്നുള്ളതും ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. സർദാർ സുരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാത്ത മെയിൻ 2 റെക്കമെൻഡേഷൻസ് ആയിരുന്നു. ഒന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക പെനാൽറ്റീസ് അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ റെക്കമെൻഡേഷനിൽ അക്സെപ്റ്റ് ചെയ്യാതെ പോയ മറ്റൊരു റെക്കമെൻഡേഷൻ ആണെന്ത് ടാക്സ് അടയ്ക്കുക എന്നുള്ള ഡ്യൂട്ടി ടു പേ ടാക്സ് എന്ത് ചെയ്യുക കമ്പൽസറി ആക്കി മാറ്റുക എന്നുള്ള കാര്യം. ഈ 2 റെക്കമെൻഡേഷൻസും സർദാർ സുരൻ സിംഗ് കമ്മിറ്റി കൊടുത്തെങ്കിൽ പോലും ഗവൺമെന്റ് എന്ത് ചെയ്തില്ല അത് അപ്രൂവ് ചെയ്തില്ല. ആൻഡ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ആഡ് ചെയ്ത്. എന്നാൽ പിന്നീട് 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ എണ്ണം എന്തായിട്ട് മാറിയത് ടോട്ടലി 11 ആയിട്ട് മാറിയത്. ഈ സ്വരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ 1976 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത്. എന്നാൽ പിന്നീട് 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു ആഡ് ചെയ്തു. അങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എവിടെ എത്തി 11 എത്തി നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following was a commander in chief സേനാപതി ഓഫ് ദ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി? ഇവരിൽ ആരാണ് ഡൽഹി സുൽത്താൻ ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡർ ഇൻ ചീഫ് ഓർ സേനാപതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാലിക് കഫൂർ, ഓപ്ഷൻ ബി ജാഫർ ഖാൻ, ഓപ്ഷൻ സി കിസർ ഖാൻ ആൻഡ് ഓപ്ഷൻ ഡി ഗിയാസുദ്ദീൻ ബാൽബൻ. ഇവരിൽ ആരാണ് ഡൽഹി സുൽത്താൻ ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡർ ഇൻ ചീഫ് ഓർ സേനാപതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാലിക് കഫൂർ ആണ്. മാലിക് കഫൂർ ആണ് ഡൽഹി സുൽത്താൻ ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. ആൻഡ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഡെക്കാൻ എക്സ്പെഡിഷനിൽ
അല്ലെങ്കിൽ ഡെക്കാൻ ക്യാമ്പയിനിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ഡെക്കാൻ ക്യാമ്പയിനിൽ ഡെക്കാൻ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമ്പയിനിൽ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ആളാണെന്ത് മാലിക് കഫൂർ എന്ന് പറയുന്നത്. സോ മാലിക് കഫൂറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ഡെക്കാൻ ക്യാമ്പയിനിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുള്ള കമാൻഡർ ഇൻ ചീഫ് ആണെന്ത് മാലിക് കഫൂർ എന്ന് പറയുന്നത്. ആൻഡ് അലാവുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി ഡൈനാസ്റ്റിയുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റി ആയിട്ടുള്ള ഖിൽജി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഹീസ് എ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ദി ഖൽജി ഡൈനാസ്റ്റി. ഖൽജി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളറാണ് അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്നത്. ആൻഡ് അലാവുദ്ദീൻ ഖൽജിയുടെ സേനാപതിയാണെന്ത് മാലിക് കഫൂർ എന്ന് പറയുന്നത്. ആൻഡ് അലാവുദ്ദീൻ ഖിൽജിയുടെ കോൺട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത് എന്താണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണെന്ത് മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ മാർക്കറ്റ് റിഫോംസ് ഡൽഹി സുൽത്താനേറ്റിൽ മാർക്കറ്റ് റിഫോംസ് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റ് റിഫോംസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഗ്രെയിനിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ്, ഒരു ഗ്രെയിൻ മാർക്കറ്റ്, ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാർക്കറ്റ് ആയിട്ടുള്ള ഗ്രെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോത്ത്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലോത്ത് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റ് ഫോർ കാറ്റിൽ, ഹോഴ്സസ് ആൻഡ് സ്ലേവ്സ്, കാറ്റിൽസിന് വേണ്ടിയിട്ട് കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അടിമകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാറ്റിൽസ് ഹോഴ്സസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡൽഹി സുൽത്താനേറ്റിൽ മാർക്കറ്റ് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് റിഫോംസിന്റെ ഭാഗമായിട്ട് 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഗ്രെയിൻസിന് വേണ്ടിയിട്ട്, ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാർക്കറ്റ്, ക്ലോത്ത്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാർക്കറ്റ്, അതുപോലെ തന്നെ കാറ്റിൽസ്, ഹോഴ്സസ്, സ്ലേവ്സ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു സെപ്പറേറ്റ് മാർക്കറ്റ്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ പ്രൈസസിന്റെ യൂണിഫോം പ്രൈസസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈസ് കൺട്രോളിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റ്സിലെ പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഓഫീസറിനെ കൂടി അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഷാന ഐ മണ്ടി എന്നുള്ള ഒരു ഓഫീസറിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട് അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിലെ പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈസ് യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസറാണെന്ത് ഷാന ഐ മണ്ടി എന്ന് പറയുന്നത്. ഷാന ഐ മണ്ടി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസറാണ്. എന്തിനു വേണ്ടിയിട്ട് പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റിലുള്ള പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസറാണ് ഷാന ഐ മണ്ടി എന്ന് പറയുന്നത്. Next question, which of the following options represents the total income earned by individuals from all the sources before deduction of personal income taxes? ഒരു ഇൻഡിവിജ്വൽ എല്ലാ സോഴ്സസിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ബിഫോർ ഡിഡക്ടിങ് ദ ടാക്സസ്, പേഴ്സണൽ ടാക്സസ് ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പേഴ്സണൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻഡിവിജ്വൽ എല്ലാ സോഴ്സസിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിസ്പോസബിൾ ഇൻകം, ഓപ്ഷൻ ബി പേഴ്സണൽ ഇൻകം, ഓപ്ഷൻ സി ഗ്രോസ് ഇൻകം, ഓപ്ഷൻ ഡി നാഷണൽ ഇൻകം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് പേഴ്സണൽ ഇൻകം. സോ ഇൻകം എന്ന് പറയുന്നത് എന്തുണ്ട് 2 കാറ്റഗറി ഉണ്ട്. സോ ഇൻകത്തിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാക്ടർ ഇൻകം ഉണ്ട്. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നതിന് പകരം, അതായത് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സർവീസ് ഓഫർ ചെയ്യുന്ന, എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുമ്പോൾ ഇൻ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന പേയ്മെന്റ് ആണെന്ത് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ഫാക്ടർ ഇൻകം ഉണ്ട്. ഇൻകം തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഫാക്ടർ ഇൻകവും അതുപോലെ തന്നെ നോൺ ഫാക്ടർ ഇൻകവും. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇൻ റിട്ടേൺ കിട്ടുന്ന പേയ്മെന്റിനെയാണ് എന്ത് ചെയ്യുന്നത് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. നോൺ ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗുഡ്സോ സർവീസസോ ഒന്നും തന്നെ ഓഫർ ചെയ്യാതെ യൂണിലാറ്ററൽ ആയിട്ട് കിട്ടുന്ന പേയ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത് നോൺ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. സ്കോളർഷിപ്സ്, പെൻഷൻ, അതുപോലെ എന്താണ് ഗിഫ്റ്റുകൾ, ഇതെല്ലാം എന്താണ് നോൺ ഫാക്ടർ ഇൻകത്തിന്റെ ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേസമയം റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതെല്ലാം എന്താണ് ഫാക്ടർ ഇൻകം ആണ്. ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ റെന്റ് ഉണ്ട്, വേജസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്.
നോൺ ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ യൂണിലാറ്ററൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് ആണ്. അതായത് അങ്ങോട്ടേക്ക് സർവീസസ് ഒന്നും ഓഫർ ചെയ്യാതെ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന യൂണിലാറ്ററൽ പേയ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഫാക്ടർ ഇൻകം. അതിനകത്ത് ഗിഫ്റ്റ്സ് ഉണ്ട്, ഡൊണേഷൻസ് ഉണ്ട്, സ്കോളർഷിപ്പുകൾ ഉണ്ട്, അതെല്ലാം എന്താണ്? നോൺ ഫാക്ടർ ഇൻകം ആണ്. സോ ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകത്തിന്റെയും നോൺ ഫാക്ടർ ഇൻകത്തിന്റെയും കൂടെ സമ്മിനെ വിളിക്കുന്ന പേരാണെന്ത്? പേഴ്സണൽ ഇൻകം. അതായത് എല്ലാ സോഴ്സസിൽ നിന്നും ഫാക്ടർ ഇൻകം ആയിട്ടും നോൺ ഫാക്ടർ ഇൻകം ആയിട്ടും ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നതായിരിക്കും എന്ത്? ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന്, പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ എല്ലാ സോഴ്സസിൽ നിന്നും ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ സം, അതായത് ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകത്തിന്റെയും നോൺ ഫാക്ടർ ഇൻകത്തിന്റെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ഇൻകം. ആ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During which of the following rules did Buddhism got split into two schools, Hinayana and Mahayana, in the fourth Buddhist Council? Fourth Buddhist Councilന്റെ ടൈമിൽ ബുദ്ധിസം രണ്ട് സ്കൂൾസ് ആയിട്ട് സെപ്പറേറ്റഡ് ആകുന്നു, ഹിനായാന ബുദ്ധിസം ആൻഡ് മഹായാന ബുദ്ധിസം. ഇതിൽ ഈ ഒരു ടൈം പീരീഡിൽ ആരുടെ റൂൾ, ആരുടെ ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ ബുദ്ധിസം മഹായാന എന്നും ഹിനായാന എന്നുള്ള രണ്ട് സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആരായിരുന്നു റൂള് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കുഷാന, ഓപ്ഷൻ ബി പാർത്തിയൻ, ഓപ്ഷൻ സി ഗുപ്ത ആൻഡ് ഓപ്ഷൻ ഡി ശാക. ഇവരെല്ലാരാണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് when Buddhism got split into two, that is Hinayana Buddhism and Mahayana Buddhism. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കുഷാന. സോ കുഷാനാസിന്റെ റൂളിന്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധിസം രണ്ട് സ്കൂൾസ് ആയിട്ട് സെപ്പറേറ്റഡ് ആകുന്നത്, ഹിനായാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും. ആൻഡ് ഈ ഒരു ടൈമില് കുഷാനാസിന്റെ റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കനിഷ്ക. കനിഷ്കയായിരുന്നു ഈ സമയത്തിലെ കുഷാന റൂളർ എന്ന് പറയുന്നത്. കനിഷ്ക ദ ഗ്രേറ്റ് ആയിരുന്നു ഈ ഒരു ടൈമിൽ കുഷാനാസിന്റെ റൂളർ എന്ന് പറയുന്നത്. ആൻഡ് കനിഷ്കയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ്. കാശ്മീരിൽ വെച്ചിട്ട് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നത് കനിഷ്കയാണ്. കുഷാന റൂളർ ആയിട്ടുള്ള കനിഷ്കയാണ് എന്ത് ചെയ്യുന്നത്? കാശ്മീരിൽ വെച്ചിട്ട് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യുന്നത്. ഈ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധിസം രണ്ട് സെക്ഷൻസ് ആയിട്ട്, രണ്ട് സെക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഹിനായാന ബുദ്ധിസവും അതുപോലെ തന്നെ മഹായാന ബുദ്ധിസവും. Next question. Which of the following is not the qualification for the appointment of judges of Supreme Court? സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസിൽ ഇത് ഏതാണ് ക്വാളിഫിക്കേഷൻ അല്ലാത്തത്? സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, an advocate of a high court for at least 10 years, a distinguished judge in the opinion of the president, a judge of the high court for at least 4 years, for at least 5 years, and option D, an advocate of Supreme Court for at least 10 years. ഇതിൽ ഏതാണ് സുപ്രീം കോടതി ജഡ്ജായിട്ട് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ അല്ലാത്തത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൻ അഡ്വക്കേറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 10 years. ഇതാണ് ക്വാളിഫിക്കേഷൻ അല്ലാത്തത്. ഒരു പേഴ്സണെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായിരിക്കണം? ആ ഒരു പേഴ്സൺ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? സുപ്രീം കോടതിയുടെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അത് കൂടാതെ ഇനിയുള്ള 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൂടി എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. ഒരു പേഴ്സണെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 3 കണ്ടീഷൻസിൽ, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് 5 വർഷമെങ്കിലും എന്ത് ചെയ്യണം? സെർവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം?
10 ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പീനിയനിൽ എന്തായിരിക്കണം, ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ലോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. സുപ്രീം കോടതി ജഡ്ജസ് ആയിട്ട് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് 2 ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് എന്താണ്, അയാൾ ഒരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പിന്നുള്ളത് എന്താണ്, 3 ക്രൈറ്റീരിയാസിൽ, ഇനിയുള്ള ഈ 3 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ കൂടി എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് 5 വർഷം സെർവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പീനിയനിൽ എന്തായിരിക്കണം, ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. ഹി ഷുഡ് ബി എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റ്, ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള ജൂറിസ്റ്റ് ആയിരിക്കണം. അതായത് ലോ റിലേറ്റഡ് സബ്ജക്ട്സിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും ഇന്ത്യൻ സിറ്റിസൺ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിന് മിനിമം ഏജ് ക്രൈറ്റീരിയ ഒന്നുമില്ല, മിനിമം ഏജ് ഒന്നുമില്ല. സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര ഏജ് വേണം എന്നുള്ള കണ്ടീഷൻ ഇല്ല. ഒരാളെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അയാൾക്ക് 65 ഇയേഴ്സ് അറ്റൈൻ ചെയ്യുന്നത് വരെ ആയിരിക്കും അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത്. അതായത് ഒരാളെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ മിനിമം ഏജ് ക്രൈറ്റീരിയ ഒന്നുമില്ല. എന്നാൽ ഒരു സുപ്രീം കോടതി ജഡ്ജായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ടെന്യൂർ, കാലാവധി എന്ന് പറയുന്നത് അയാൾക്ക് 65 ഇയേഴ്സ്, 65 വയസ്സ് എത്തുന്നത് വരെ ആയിരിക്കും എന്ത്, അയാളുടെ കാലാവധി എന്ന് പറയുന്നത്. സോ സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു മിനിമം ഏജും ഇല്ല, അദ്ദേഹത്തിന് എന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെന്യൂർ, ഫിക്സഡ് കാലാവധി ഇല്ല. എന്നാണോ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അന്ന് മുതൽ 65 വയസ്സ് എത്തുന്നത് വരെ ആയിരിക്കും എന്ത്, അദ്ദേഹത്തിന്റെ കാലാവധി, ടേം ഓർ ടെന്യൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖുദായ് ഖിദ്മത്ഗാർ, എ വോളണ്ടറി ഓർഗനൈസേഷൻ, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഏത് ലീഡറാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് ലീഡറാണ് ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ സി ഹക്കീം അജ്മൽ ഖാൻ, ഓപ്ഷൻ ഡി മൗലാന മുഹമ്മദ് അലി. ഇവരെല്ലാരാണ് ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ 1929 എന്ത് ചെയ്യുന്നത്, ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു നോൺ വയലന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. നോൺ വയലന്റ് മെത്തേഡ്സ് വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ത്, ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ. 1929 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇവരെ വിളിക്കുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത്ഗാർസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വോളണ്ടിയേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, റെഡ് ഷർട്ട്സ് എന്ന് പറയുന്നത്. റെഡ് ഷർട്ട്സ് എന്നുള്ളത് ഈ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ്. The members of this organization is also called as red shirts. Red shirts എന്നാണ് ഈ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. ആൻഡ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പോപ്പുലർലി അറിയപ്പെട്ടിരുന്നത് ഫ്രണ്ടിയർ ഗാന്ധി എന്നാണ്. ഫ്രണ്ടിയർ ഗാന്ധി എന്നുള്ള പേരിലാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ത് ചെയ്യുന്നത്, അറിയപ്പെട്ടിരുന്നത്. ബിക്കോസ് മഹാത്മാഗാന്ധിയുടെ കൂട്ട് തന്നെ നോൺ വയലന്റ് മെത്തേഡ്സ് ആണ് ഇദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫ്രണ്ടിയർ ഗാന്ധി എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഈ ഖുദായ് ഖിദ്മത്ഗാർ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ത്, ഈ ഒരു ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് വിളിക്കുന്നത്. ബിക്കോസ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിലുള്ള നോൺ വയലന്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു ലീഡർ ആണെന്ത്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. സോ ഈസ് കോൾഡ് ആസ് ഫ്രണ്ടിയർ ഗാന്ധി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്